അസ്സലാമു അലൈക്കും ഗൈസ്. സോ ഗൈസ്, ഇന്ന് നമ്മളെ ഡേറ്റ് തന്നെ ഓർമ്മയില്ല, 19ാമത്തെ നോമ്പാണ്. ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യലാണ്. ഇന്ന് 18ാമത്തെ നോമ്പാണ്. ഇന്ന് 20ാം തീയതിയാണ്. ഇന്ന് 19ാമത്തെ നോമ്പ്. ഇന്ന് ചിക്കൻ പൊട്ടിത്തെറിച്ചത്. കമോ, നിങ്ങൾ ഇന്നേ വരെ ജീവിതത്തിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല ചിക്കൻ പൊട്ടിത്തെറിച്ചത്. നിങ്ങള് ചിലപ്പം ഉമ്മ പൊട്ടിത്തെറിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ വേണമെങ്കിൽ മായ ഇടക്കിടക്ക് ഇവിടെ പൊട്ടിത്തെറിക്കലുണ്ട്. മായ മോളെ രാത്രി ആയി കഴിഞ്ഞാല് 2 ഫോൺ എടുത്തിട്ട് ആരെ ചീത്ത പറയുന്നേ ഇവിടെ പൊതുവെ ഫോണിൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന വ്യക്തി ഞാനാണ്. ആൾക്കാരെ വിളിച്ച് ചീത്തറിയല്, കണ്ണാപ്പിനെ വിളിച്ച് ചീത്തറിയല് ഞാനാണ്. എന്നെ കാട്ടി വലിയൊരു ശബ്ദം ഞാൻ നോക്കുമ്പോ മായ നിച്ചുവാവ രാത്രി അതന്നെ പൊട്ടിത്തെറിച്ചപ്പോ ബാക്കി ഇത്ര കിട്ടിയുള്ളൂ. ഒരു പൊടി ചിക്കൻ പൊട്ടിത്തെറിച്ചു, ബാക്കി ഇതാണുള്ളത്. ഇതെന്താണിത്? ഇതിനെങ്ങനെ പൊട്ടിത്തെറിച്ചെന്ന് പേരിടാൻ കാരണം മമ്മി തന്നെ അങ്ങനെ ഇട്ട് പൊട്ടിത്തെറിച്ചപ്പോ എണ്ണയിൽ ഇട്ടപ്പെട്ടപ്പോഴേ മാസാണല്ലോ റിപ്ലൈ. അത് ചിക്കൻ ചുട്ടപ്പോൾ അല്ലെ പൊരിച്ചപ്പോൾ കണ്ണൊക്കെ പൊട്ടിത്തെറിച്ചു. അതുകൊണ്ടാണ് ചിക്കൻ പൊട്ടിത്തെറിച്ചത്. ഇതായിരുന്നു സ്പെഷ്യൽ. ഇത് നിച്ചുവാവ സ്പെഷ്യൽ. ഇത് നിച്ചുവാവ മാത്രം കഴിക്കുന്നതാണ്. ഉണക്കമീൻ ചിക്കൻ ഉണ്ടെങ്കിലും നിച്ചുവാവക്ക് ഉണക്കമീൻ കൂട്ടി രാത്രി അടിച്ചാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അതിനിവിടെ മാംഗോ, പിന്നെ കുറച്ച് മുളക്, പിന്നെ സ്പെഷ്യൽ ചിക്കൻ കറി. എന്ത് സ്പെഷ്യലാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഉപ്പ ചിക്കൻ ടോക്കിയോക്ക് മാത്രം. പിന്നെ പത്തിരി, പിന്നെ തത്തപ്പം, അതന്നെ എന്തോരപ്പം, പിന്നെ ബത്തക്ക ജ്യൂസ്. ഇത് പിന്നെ നോമ്പ് കഴിഞ്ഞിട്ട് വേണം. പിന്നെ നിച്ചുബാബ പറഞ്ഞ് രാത്രി ഓരോന്നടിക്കാൻ. റെഡിയല്ലേ? അപ്പൊ ഞാൻ അടിക്കുമ്പോ കമ്മിക്കാരില്ല. വീർപ്പന്തല്ലേ? പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് ഏത് നിച്ചുബാവേ? നിച്ചുബാവാണ് ഉമ്മ വേണോ? മമ്മി മണടിച്ചിട്ടാടും മമ്മി. നിച്ചുബാവ 2 അടിച്ചിട്ട് മറ്റേ പടയപ്പായിട്ട് വരും. നിച്ചുബാവ പാട്ട് പാടും കേട്ടോ. നീ കേട്ടിട്ടുണ്ടോ? നിശ്ചയ ഒരു പാട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരു ഒറ്റ പാട്ട്. പാട്ട് പാടാനോ? അമ്പോ, ഞാൻ കേട്ടില്ലല്ലോ. അടിപൊളിയാ. ഉച്ചക്ക് പാടേ ചിരിക്കുക. അത് നിങ്ങൾ കേട്ടിട്ടില്ല? എന്തോ പ്രശ്നം ഒരു പാട്ട് ഇപ്പൊ ഒരു വരി 2 വരി. ചന്ദ്രഘട്ടം മറ്റേ പാട്ട് കേട്ടണോ? തപനി 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 തപനി. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാം. 24 വയസ്സായി എന്നിട്ട് ഇപ്പോൾ പഠിക്കണം. ഗാനമേളക്കൊക്കെ പാട്ട് പാടാൻ പോകുന്നു കേട്ടോ. ആണോ? പാടൂടെ? എന്റെ അമ്മ ഉച്ചക്ക് ഏത് പാട്ടാ പാടിയമ്മ? അങ്ങോട്ട് പോരട്ടെ. അങ്ങോട്ട് ഞാൻ നിച്ചുബാബനെ കളിയാക്കാൻ വേണ്ടി നിന്നാണ്. നിച്ചുബാബ ഒരു കില്ലാടി തന്നെ. അതെ അതെ അതെ, പുതിയ പാട്ടുകാർ അൺലോക്ക്ഡ്. ഇവിടെ ഫുള്ള് വീഡിയോ എടുക്കണേ. എല്ലാരും ഇതിൽ കാണുന്നുണ്ട്.
ഇത്രയും പട്ടോട് ഞാൻ വിചാരിച്ചില്ല. എങ്ങനെ കിട്ടി ചേച്ചി? നിശ്ചയ കഴിവുള്ള കുട്ടി ഇതിപ്പോ നോമ്പ് തുറക്കാൻ ഞാൻ ബാക്കിയൊരു പൊട്ടിത്തെറിച്ച് കഴിയും. നോമ്പുറക്കുമ്പോ അതിന് പൊട്ടിത്തെറിച്ച് കഴിയും തോന്നണേ. കയ്യിൽ തോന്നുന്നു. ആ നമ്മളൊന്ന് സെറ്റപ്പ് ആക്കിയപ്പോ ഉഷാറായി. കാണാനേറെയില്ല കണ്ടാലാരും കൊതിക്കൂല എന്നാലും എൻ മനസ്സിൽ നീ മാത്രമാണ് കൊട്ടാരം പോലുള്ള വീടില്ല കൊന്ന പൂവിൻ ചേരില്ല എന്നാലും എൻ മനസ്സിൽ നീ മാത്രമാണ് ജീവന തുല്യം ഞാൻ സ്നേഹിച്ചവനെ ജീവിത സഖിയായി ഞാൻ മോഹിച്ചവനെ ജീവന തുല്യം ഞാൻ സ്നേഹിച്ചവനെ ജീവിത സഖിയായി ഞാൻ മോഹിച്ചവനെ. ഇത് നിശ്ചയാവ കൊണ്ടുപോയി. ഇത് കത്തിച്ച് ഇത് ഞാൻ ഇതുവരെ കേട്ടില്ല കേട്ടോ. സോറി, മലയാള പാട്ട്, മാപ്പിള പാട്ടാണോ? ആൽബം പാട്ട് പൊട്ടാ. ആൽബം പാട്ട്. ഓളെന്നാ രാത്രി എന്താ പിടിക്കാൻ വന്നോളെ? ആരെ പിടിക്കാന്ന്? ആരോ പിടിക്കാൻ വന്നത്. എന്തൊരു സ്വപ്നം കണ്ടോ? എന്തോ ഒരു സാധനം എന്റെ ദേഹത്ത് വന്നിരുന്നു. പൊതപ്പിട്ടിട്ടാണോ വന്നേ? അങ്ങനെയല്ല, എന്തോ ഒരു സാധനം മുഖം തിരിയൂല. മുഖം തിരിയൂല. ചില കള്ളം പന്നിയാളെ മുഖം രാത്രി കണ്ടാ മനസ്സിലാവൂല. ഒരു വികൃതമായ മുഖമായിരുന്നു. ഏകദേശം കണ്ടാൽ ഇതുപോലെ ഇരിക്കുമോ? എന്റെ ഓ ഓക്കെ റെഡി. ഗൈസ് അത് കേട്ടോ. ശിങ്കു നാട്ടിൽ വരുമ്പോ മുതലാളി ശിങ്കുവിന്റെ മായ. എന്താ ഉദ്ദേശം മനസ്സിലായോ? വീട്ടിലത്തെ എല്ലാ ജോലി ഞാൻ ചെയ്യണമെന്ന്. വേലക്കാരിയായിരുന്നാലും നീ ശിങ്കുവിന്റെ മോഹവല്ലിയല്ലേ? ഇത്ര നല്ല പാട്ട് നമ്മൾ അതെ അതെ. ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നെ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ മതി. നിച്ചുവാവന്റെ എന്തൊക്കെ പാട്ടുകൾ മാത്രം ഇടുന്ന ഒരു സെക്ഷൻ വെക്കണം. ഒഫീഷ്യൽ വീഡിയോ സെക്ഷൻ അല്ല, സോങ് സെക്ഷൻ. ഡാൻസ് ആദ്യ പാട്ടില് ഇതാവാം. ആ പാട്ടിലല്ല കഴിവുള്ള കുട്ടിയല്ലേ? ഏതോ കഴിവുള്ള തറവാട്ടിലെ കുട്ടിയാ. എല്ലാ പാട്ടും അറിയാം ഒരുവിധം. മഴ പെയ്തു. മൈക്ക് മേടിക്കരുത് നമുക്ക് പാട്ട് പാടാനൊക്കെ. കരോക്കെ മൈക്ക് സ്പീക്കറൊക്കെ ആയിട്ട് അതെ, ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഈ നിച്ചു ബാബക്ക് ആരെങ്കിലും ഒരു മൈക്ക് പിന്നെ എന്താ സ്പീക്കറോ സ്പോൺസർ അല്ലേ? ഓക്കെ. നിച്ചു ബാബക്ക് ഒരു മൈക്കും സ്പീക്കറും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്താ ചെയ്യാ? 7012 നിച്ചുവാനെ നമ്പർ കൊടുത്തല്ലോ ഉണ്ടല്ലേ? എല്ലായിടത്തും കമന്റ് ഇടുക. നിച്ചു ബാബക്ക് ഇത് കൊടുക്കാൻ താല്പര്യമുണ്ട്. എന്നിട്ട് നിങ്ങൾ നമ്പർ കൂടി അതിന്റെ കൂടെ കൊടുക്കും. അപ്പൊ നിച്ചു ബാബ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചിട്ട് ചേട്ടാ ആ സ്പീക്കറും മൈക്കും കൈ പറ്റുന്ന. അപ്പൊ നിങ്ങൾ ചോദിക്കുക എനിക്ക് മേടിച്ചു കൊടുത്തൂടെ എന്നുള്ളത്. കൊടുക്കാം, കുറച്ച് കേട്ടെ. അപ്പൊ ചിക്കൻ പൊട്ടിത്തെറിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. കാണുമ്പോ തിന്നാൻ കൊതിയാവുന്നുണ്ട്, പക്ഷെ തിന്നാൻ പറ്റില്ലല്ലോ. ഇതെന്ത് സാധനം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് ഇത് ചിക്കൻ അല്ല, അത് ഇത് പൊട്ടാറ്റോ. നോമ്പ് കുറിച്ച് മണത്താ നോമ്പ് കുറി. പിന്നെ നോമ്പ് പോയിട്ടോ. ഇവിടെ പാലോത്സവത്തിനല്ലേ ആ ടൈമിൽ ഗാനം വെക്കുമ്പോ സെറ്റാണ് ഡാൻസ്. രണ്ടെണ്ണം അടിക്കുന്നു അല്ലേ? രണ്ട് ബീർ അടിക്കുന്നു. അങ്ങനൊന്നുമില്ല, ഉത്സവത്തിനൊന്നും പോകും ബീർ അടിക്കില്ല. അമ്പലത്തിൽ കയറാനുള്ളത്. അമ്പലത്തിൽ കയറി ഇറങ്ങിട്ടോ അടിക്കില്ല. പാട്ട് പറഞ്ഞ ചാല അവിടെ കളിക്കല് തന്നെയാ. അതാണ് ഹര നമുക്ക്, ഇല്ലാതെ കള്ളല്ല. ഉത്സവമായില്ലേ? എവിടെയോ ഇവിടെ അത് അവിടെയുണ്ട്, ഗാനമേളയുണ്ട്. അപ്പൊ 23-ാം തീയതി പോകുമ്പോ എന്തായാലും എൻജോയ് ആയിട്ട് ഡാൻസ് എല്ലാം കളിച്ച് പോയാ നിച്ചുവാന് ഡാൻസ് ഒപ്പി എടുക്കാം. മേപ്പാടി മാനന്തവാടി ഒക്കെ പോയി കഴിഞ്ഞാൽ നിച്ചുവാന്റെ പേര് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. നിച്ചുവിന്റെ ആളാന്ന് പറഞ്ഞത്. നിച്ചുവിന്റെ ആളെന്ന് പറയും. വള്ളിയൂർക്കാവിലെ നിച്ചുവിന്റെ ആളെന്ന് പറഞ്ഞാ പോരെ? നിച്ചുവാവിന്റെ ആളാന്ന് പറഞ്ഞത്. തീ പറക്കും മിനിമേ കണ്ടാണ്ടാ. എന്നാലേ 10 മിനിറ്റ് തള്ള ഇനി നോമ്പ് കൊടുക്കുമ്പോ കാണാം.
പിടിച്ച് 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 ഗൈസ് അതാ ഇന്ന് നോമ്പുറക്കാൻ ഇന്നെന്താ അത്ര സ്പെഷ്യല് ഇന്ന് കണ്ണാടി നോമ്പുറക്കാൻ വന്നത് ഇവിടെ ഇത്ര സ്പെഷ്യൽ കാണുന്നില്ല. ഇതിലേക്കാൻ പറഞ്ഞിട്ട് ഇന്ന് ഫുൾ സ്പെഷ്യലാണ്. ഇന്ന് ഷിങ്കുവിന്റെ വീട്ടിൽ നിന്ന് എല്ലാരും വിളിച്ചോണ്ടിരിക്കുക. കണ്ണിലോട്ട് എന്റെ ചെറുത് സോ ഗൈസ് നമുക്ക് നോമ്പ് തുറക്കാനുള്ള ടൈം ഏകദേശം എത്തിയിരിക്കുകയാണ്. കൊടുത്തോ? അപ്പൊ ബാങ്ക് കൊടുക്കുകയാണ്. നമ്മളെ നോമ്പ് തുറക്കണ കണ്ണ് ഷിങ്കു. കണ്ടു ആർക്കോ കൊള്ളാല്ലേ? നമുക്ക് കഴിച്ചു നോക്കേണ്ട സാധനം ഇതാണ്. ചിക്കൻ പൊട്ടിത്തെറിച്ച് ചിക്കൻ എങ്ങനെ പൊരിച്ചാലും സൂപ്പർ. പോലീസുകാരൻ വന്നു പോരട്ടോ പോലീസുകാരൻ. കളിയാക്കണ്ട. അതെന്താ എനിക്ക് മനസ്സിലായില്ല. എന്ത് കളിയാക്കണ്ട? പോലീസുകാരന്റെ ജോലി എന്താ മോശ? പോലീസുകാരനല്ലല്ലോ. മഴ പോരെ KSRTC അപ്പൊ നമ്മള് നോമ്പ് പറഞ്ഞിട്ട് ബാക്കി കാണാം.